ബംഗളൂരു സ്ഫോടന കേസിൽ വിചാരണ നേരിടുന്ന അബ്ദുൽ നാസർ മാദിനി സുപ്രീം കോടതി നൽകിയ അനുമതിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് കേരളത്തിൽ എത്തും. അസുഖബാധിതയായ മാതാവിനെ കാണുന്നതിനായാണ് മദിനിക്ക് കേരളത്തിൽ പോകാൻ അനുമതി ലഭിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെ നെടുമ്പാശ്ശേരിയിലെത്തുന്ന മദിനി റോഡ് മാർഗം അൻവാശ്ശേരിയിലേക്ക് പോകും. ഉച്ചയ്ക്ക് 12:45 ബംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്ന വിമാനം 2 മണിയോടെ നെടുമ്പാശ്ശേരിയിലെത്തും. തുടർന്ന് മദനി റോഡ് മാർഗം അൻവാർശേരിയിലേക്ക് പോകും. ഭാര്യ സൂഫിയ മദനിയും ബന്ധുക്കളും സഹായികളും മദനിക്കൊപ്പമുണ്ടാകും. അസുഖബാധിതയായ മാതാവിനെ സന്ദർശിക്കുന്നതിനായി 8 ദിവസത്തേക്ക് നാട്ടിൽ പോകാനാണ് ബംഗളൂരുവിലെ വിചാരണ കോടതി മദനിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. യാത്രാവിവരങ്ങൾ വിചാരണ കോടതിയിൽ മദനിയുടെ അഭിഭാഷകൻ സമർപ്പിച്ചിരുന്നു. കേരളത്തിലും മദനിക്ക് കർണാടക പോലീസിന്റെ കാവലുണ്ടാകും. ഇത് സംബന്ധിച്ച നിർദ്ദേശം കോടതി ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. ആദ്യം മൈനാഗപ്പള്ളിയിലെ തൊട്ടുവാൽ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷം അൻവാർശേരിയിലേക്ക് പോകും. ഇക്കുറി അൻവാർശേരിയിലെ ചെറിയ പെരുന്നാൾ പ്രാർത്ഥനയിലും ആഘോഷങ്ങളിലും മദനി പങ്കാളിയാകും. നിലവിൽ ബംഗളൂരുവിലെ സഹായി ആശുപത്രിയിൽ ചികിത്സയിലാണ് മദനി. 12-ന് രാത്രി 10-ന് തിരുവനന്തപുരത്തു നിന്നും വിമാനമാർഗം ബംഗളൂരുവിലേക്ക് മടങ്ങും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഐസ്ക്രീം പാർലർ കേസിൽ VS അച്യുതാനന്ദൻ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിച്ചെന്ന ആരോപണത്തിന്റെ പേരിലുള്ള കേസ് CBI അന്വേഷിക്കണമെന്ന ആവശ്യം നിരസിച്ച ഹൈക്കോടതി നടപടിക്കെതിരെ VS നൽകിയ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് കേസ് പരിഗണിക്കും. ഇന്ന് വിവിധ സർക്കാർ സർവീസ് സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തും. ഓഫീസുകളിലെ ജീവനക്കാരുടെ പ്രവർത്തന രീതി, ഫയലുകളുടെ കാലതാമസം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കും. വിവിധ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിലെ സർക്കാർ നിലപാടും ചർച്ചാ വിഷയമാകുന്ന യോഗത്തിൽ ജീവനക്കാരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ച ചെയ്യും. ഇടത് സർക്കാരിൻ്റെ പുതുക്കിയ ബഡ്ജറ്റ് ധനമന്ത്രി TM തോമസ് ഐസക് ഈ മാസം 8-ന് നിയമസഭയിൽ അവതരിപ്പിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സാമൂഹ്യക്ഷേമത്തിൽ ഊന്നിയുള്ള ബജറ്റാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ധനമന്ത്രി TM തോമസ് ഐസക് പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താതെ റവന്യൂ ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തുന്നതായിരിക്കും ധനനയമെന്ന് ധവളപത്രത്തിലൂടെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മാന്ദ്യത്തെ മറികടക്കാനുള്ള ഉത്തേജക പാക്കേജുകളും ബജറ്റിലുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, വലിയ പ്രോജക്റ്റ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. വരുന്ന 5 വർഷക്കാലം കൊണ്ട് തീർക്കാൻ കഴിയുന്ന ചില പ്രോജക്റ്റുകളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളുണ്ടാവും. പൊതു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ സംരക്ഷിച്ചുകൊണ്ട് സാമ്പത്തിക മുരടിപ്പിനെ പ്രതിരോധിക്കുമെന്നും ധവളപത്രം വ്യക്തമാക്കിയിരുന്നു. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും നയപ്രഖ്യാപനവും ബജറ്റിൽ പ്രതിഫലിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദില്ലി സർക്കാരിന്റെ അധികാരപരിധി സംബന്ധിച്ച വിഷയത്തിൽ വിധി പറയുന്നതിൽ നിന്നും ഹൈക്കോടതിയെ തടയണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ഡൽഹി സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്നത്. ഡൽഹിയിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം, നിയമനം എന്നീ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനാണോ കേന്ദ്രത്തിന്റെ പ്രതിനിധിയായ ലഫ്റ്റനന്റ് ഗവർണർക്കാണോ അധികാരം എന്നത് സംബന്ധിച്ച കേസാണ് ഹൈക്കോടതി വിധി പറയാൻ മാറ്റിവെച്ചിട്ടുള്ളത്. ഇത് സ്റ്റേ ചെയ്യണമെന്നാണ് ഡൽഹി സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. MK രാഘവൻ MPയെ അപമാനിക്കാൻ താൻ ആളല്ലെന്ന് കോഴിക്കോട് കളക്ടർ N പ്രശാന്ത്. MPയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പ്രായത്തിലും അനുഭവത്തിലും പദവിയിലും ഏറെ ഉന്നതിയിലുള്ള വ്യക്തിയാണ് MP. അദ്ദേഹത്തോട് ഈഗോ കാണിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും കളക്ടർ പറയുന്നു. സ്വന്തം ഫേസ്ബുക്ക് പേജിൽ നൽകിയ വിശദീകരണത്തിലാണ് കളക്ടറുടെ നിലപാട്. കോഴിക്കോടിന് വേണ്ടി ഔദ്യോഗിക കാര്യങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും കാര്യങ്ങൾ പറഞ്ഞ് നേരിട്ട് ബോധ്യപ്പെടുത്താനാകുമെന്നാണ് വിശ്വാസമെന്നും ജില്ലാ കളക്ടർ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തി. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന നിലയിലുള്ള വീടുകളിൽ കഴിയുന്ന ദളിത് കുടുംബങ്ങളോട് പഞ്ചായത്ത് അധികൃതർ അവഗണന കാട്ടുന്നതായി പരാതി. കാസർഗോഡ് ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഗിരി പട്ടികജാതി കോളനിയിലെ ഒരു ഡസനോളം കുടുംബങ്ങളാണ് രാഷ്ട്രീയ വിവേചനത്തിൻ്റെ ഭാഗമായി അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. മേലധികാരികൾക്ക് ഇവർ പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. കാസർഗോഡ് ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് കാലാകാലങ്ങളായി ഭരിച്ചുവരുന്നത് UDF ആണ്. ഇവിടെ പ്രധാന പ്രതിപക്ഷം BJPയും LDFന് നാമമാത്രം അംഗങ്ങൾ പോലും ഭരണസമിതിയിലില്ല. എന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് താൽപര്യം കാട്ടുന്ന ദളിത് കോളനികളോട് UDFും BJPയും ഒരുപോലെ അയിത്തം കാട്ടുന്നതായാണ് ആക്ഷേപം. വിദ്യാഗിരി, ബാപ്പുമൂല,
പീലിത്തടുക്ക പട്ടിക വിഭാഗ കോളനികളിലെ നിരവധി വീടുകൾ നിർമ്മാണപ്പിഴവും കാലപ്പഴക്കവും കാരണം എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താമെന്ന നിലയിലാണ്. എന്നാൽ പുനർനിർമ്മാണത്തിന് പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് കോളനി നിവാസികൾ പറയുന്നു. വീട് പറ്റ പൊളിഞ്ഞിട്ട് പോയി. പിന്നെ പഞ്ചായത്ത് മെമ്പറോട് ചോദിക്കുമ്പോൾ പറയുന്നത് വീട് കൊടുക്കുക എന്ന് പറയുന്നു. എന്നിട്ട് നമുക്ക് വീട് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും കഴിയുന്ന നമുക്ക് കിട്ടണമെന്ന് അറിഞ്ഞിട്ട് കോളനി നിവാസികൾ ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കും പഞ്ചായത്ത് ഭരണസമിതിക്കും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. വാർഡുകളെ പ്രതിനിധീകരിക്കുന്നത് BJPയും പഞ്ചായത്ത് ഭരണം UDFനുമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്യസംസ്ഥാനങ്ങളിൽ പഠനത്തിനായി എത്തുന്ന നിരവധി വിദ്യാർത്ഥിനികളാണ് ദുരൂഹ സാഹചര്യത്തിൽ അപകടങ്ങളിൽപ്പെടുകയും റാഗിങ്ങിന് ഇരയാകുകയുമെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഇത്തരം സംഭവങ്ങളിലൊന്നും അന്വേഷണം കാര്യമായി നടക്കാറില്ല. സമാനമായ അനുഭവമാണ് 4 മാസം മുൻപ് നടന്ന അപകടത്തിൽ സാരമായി പരിക്കേറ്റ് കിടപ്പിലായ കോഴിക്കോട് പെരുവയൽ സ്വദേശിയായ പെൺകുട്ടിയുടെ അവസ്ഥയും. കോഴിക്കോട് പെരുവയൽ സ്വദേശിയായ പെൺകുട്ടി ബംഗളൂരുവിലെ സ്വകാര്യ കോളേജിൽ BDS അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. ഈ വർഷം ഫെബ്രുവരി 9 കുടുംബത്തിന്റെ പ്രതീക്ഷകൾ തകർത്ത സംഭവം നടന്നത്. പെൺകുട്ടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന വിവരം കോളേജ് അധികൃതർ വീട്ടിലേക്ക് ഫോൺ വിളിച്ചറിയിക്കുകയായിരുന്നു. അപകടത്തിൽ സുഷുമ്ന നടിക്ക് പരിക്കേറ്റ പെൺകുട്ടി ദിവസങ്ങളോളം ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ബംഗളൂരുവിലെത്തിയ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയെങ്കിലും വാഹനാപകട കേസായി മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ അപകടം നടക്കുന്ന സമയത്ത് മോളെ കൂടെ ഉണ്ടായിരുന്നുള്ള ഒരു 7ഓളം മലയാളി കുട്ടികളുണ്ടായിരുന്നു. ഈ കുട്ടികളാരും തന്നെ മകളെ വിളിക്കുകയോ എന്നെ വിളിക്കുകയോ ഒരു കാര്യങ്ങളും സംസാരിച്ചില്ല. കോളേജ് അധികാരികളോ ഭാഗത്തുനിന്നും ഒരു വിളി പോലും വന്നില്ല. പരാതി ഞാൻ കൊടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാർ ആ കേസ് നല്ല രീതിയിലല്ല എടുത്തുള്ളത്. അവരൊരു ട്രാഫിക് കേസായിട്ടാണ് അത് ചെയ്തില്ലേ. എന്നിരുന്നാൽ അതിൻ്റെ യാതൊരു രേഖകളും തന്നെ ഇന്നേ വരെ എനിക്ക് കിട്ടിയില്ല. ഈ അപകടത്തിലുള്ള ദുരൂഹത എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരിതുണ്ട്. കഴിഞ്ഞ 20 ദിവസമായി വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പെൺകുട്ടി. അരയ്ക്ക് താഴെ ചലനമറ്റ പെൺകുട്ടിയെ ഫിസിയോതെറാപ്പി ചെയ്ത് വീൽചെയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡോക്ടറാകണമെന്ന് ഏറെ ആഗ്രഹിച്ചതിനാൽ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ വായ്പയെടുത്താണ് പഠനത്തിനായി 4 വർഷം മുമ്പ് ബംഗളൂരുവിലെത്തിയത്. അവസാന വർഷ പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് നടന്ന അപകടം പ്രതീക്ഷകൾക്ക് മേലെ കരിനിഴലായി. ഇതുവരെ ചികിത്സക്കായി 20 ലക്ഷത്തോളം രൂപ ചിലവായി. 2 വർഷത്തെ തുടർ ചികിത്സ ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ചികിത്സക്കായി കുടുംബം കിടപ്പാടം വരെ പണയപ്പെടുത്തി കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള ചികിത്സ എങ്ങനെ നടത്തുമെന്നറിയില്ല. BScക്ക് പഠിക്കുന്ന ഇളയമകളുടെ പഠനവും ഇതോടെ നിലച്ചു. ചികിത്സയും മകളുടെ പഠനവുമെല്ലാം തുടരാനാവുമോ എന്നുൾപ്പെടെ നിരവധി ആശങ്കകൾക്കിടയിലും സംഭവത്തിനു പിന്നിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് മാതാപിതാക്കൾ കണ്ണീരോട് ആവശ്യപ്പെടുന്നത്. സിജു ഖണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കക്കോടിയിൽ പോലീസ് അതിക്രമത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക്. ചേവായൂർ SI ഷാജഹാന്റെ നേതൃത്വത്തിലുള്ളവരാണ് അതിക്രമം നടത്തിയത്. പരിക്കേറ്റവരെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കക്കോടി പൂവത്തൂരിലായിരുന്നു ചേവായൂർ SI ഷാജഹാനും പോലീസ് സംഘവും അതിക്രമം കാട്ടിയത്. റോഡരികിൽ നിൽക്കുകയായിരുന്ന ആൾക്കാരെ പോലീസ് അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. മർദ്ദനം തടയാൻ ചെന്ന സ്ത്രീകളെ പോലീസ് സംഘം നിലത്തിട്ട് ചവിട്ടതായും പരാതിയുണ്ട്. പരിക്കേറ്റ രത്നവല്ലി, സ്നേഹലത, ഷബിന എന്നിവരെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബന്ധുക്കളെ ആക്രമിക്കുന്നത് തടയാൻ ചെന്ന തങ്ങളെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. മുടി പിടിച്ച് വലിച്ച് അടിക്കുകയൊക്കെ ചെയ്ത് ചെരിക്ക് വേദനയുണ്ട്. ഒരു നാവിക്ക് ചവിട്ടിയിട്ട് ബാക്ക് പെയിൻ ആണ്, കാലിനൊക്കെ വേദന പറ്റിയിട്ടുണ്ട്. പിന്നെ അവർ അമ്മ അവിടെ പ്രായമായി ഓരോ മോനെ എങ്ങനെ ഇതാക്കുന്ന കണ്ടിട്ട് അവരവിടെ ബോധം കെട്ട് വീണ്. ചേവായൂർ SIയുടെ അതിക്രമത്തിനെതിരെ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വീട്ടുമുറ്റത്ത് കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ 8 മലയാളി യുവാക്കൾ പിടിയിലായി. കൊച്ചി സിറ്റി പോലീസാണ് യുവാക്കളെ പിടികൂടിയത്. കഞ്ചാവ് വലിക്കാൻ കുപ്പി കൊണ്ട് നിർമ്മിച്ച പ്രത്യേക ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. കൊച്ചി MG റോഡിലെ ഷോപ്പിംഗ് മാളിലെ ജീവനക്കാരടങ്ങുന്ന 8 അംഗ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. ഇവർ കഴിഞ്ഞ 8 മാസമായി താമസിച്ചിരുന്ന അയ്യപ്പൻകാവിനടുത്തുള്ള വാടക വീടിന്റെ മുറ്റത്താണ് കഞ്ചാവ് ചെടി നട്ടുവളർത്തിയിരിക്കുന്നത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരുടെ വാടക വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിച്ച പ്രത്യേകമായി നിർമ്മിച്ച ഉപകരണങ്ങളും പിടിച്ചെടുത്തു. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ KV വിജയൻ. ഒപ്പം തന്നെ ഇത് വലിക്കുന്നതിനായിട്ട് ഇവർ തന്നെ ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് ഉണ്ടാക്കി വെച്ചിട്ട് അതിലൂടെയാണ് കഞ്ചാവ് വലിക്കുന്നത്. ഒപ്പം തന്നെ ഓൺലൈനിൽ വരുത്തിയ ഡിവൈസിന് വലിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇവർ ഒരു കഞ്ചാവ് ചെടി നട്ട് വളർത്തി പരിപാലിച്ച് കൊണ്ടുവരുന്നുണ്ട് ഭാവിയിൽ ഉപയോഗത്തിന്. വടുതല സ്വദേശി കണ്ണൻ, കൊല്ലം സ്വദേശികളായ യദുകൃഷ്ണൻ, ആഘോഷ്, ഒറ്റപ്പാലം സ്വദേശി വിഷ്ണു, ചാവക്കാട് സ്വദേശി അജയ്സൺ, കോട്ടയം സ്വദേശി സായ് ശങ്കർ, ആലപ്പുഴ സ്വദേശി അരുൾരാജ്,
തൊടുപുഴ സ്വദേശി അമൽ ബാബു എന്നിവരാണ് പോലീസ് പിടിയിലായവർ. ഇവരിൽ 6 പേർ ഷോപ്പിംഗ് മാളിലെ ജീവനക്കാരും 2 പേർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭിന്നലിംഗക്കാരെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കൊച്ചി വളഞ്ഞമ്പലത്ത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കൊല്ലം സ്വദേശി പൂർണ്ണ, കൊച്ചി സ്വദേശി ആയിഷ എന്നിവർക്കാണ് മർദ്ദനമേറ്റതായി പരാതി ഉയർന്നത്. ബംഗളൂരുവിൽ നിന്ന് ബസ്സിൽ വരികയായിരുന്ന അമ്മയെ കാത്ത് വളഞ്ഞമ്പലത്ത് നിൽക്കുമ്പോഴാണ് ഇതുവഴി വന്ന പോലീസ് ഉദ്യോഗസ്ഥർ പൂർണ്ണയെ മർദ്ദിച്ചതായി പറയുന്നത്. വിവരമറിഞ്ഞെത്തിയ ആയിഷയെയും പോലീസ് മർദ്ദിച്ചുവെന്നും ഇവർ പറയുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ് അവശരായ തങ്ങളെ പോലീസ് വഴിയിൽ ഉപേക്ഷിച്ചു പോയെന്നും ഇവർ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ഒരു കാണുവാണെങ്കിൽ പട്ടിക്ക് പോലും കൊടുക്കുന്ന വില കൊടുക്കുക പിടിച്ചാണ് തല്ലി ചതക്കാനുണ്ടായത്. അതേ ഒരു സംഭവം തന്നെ ഇന്നലെ എനിക്ക് ഉണ്ടായത്. എൻ്റെ ഫ്രണ്ട് വിളിച്ച് വരുത്താൻ എന്നെ തല്ലി ചതക്കുന്നു, ഓടി വന്നും പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് സംബന്ധിച്ച് ഞാൻ വന്നതാണ്. അപ്പോൾ എന്നോട് എന്താ സംഭവം സാറെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്നെ പിടിച്ച് തല്ലിയാണുണ്ടായത്. പോലീസ് മർദ്ദനത്തിനെതിരെ ഇവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൈകാലുകൾക്കും മുഖത്തും പരിക്കേറ്റ ആയിഷയും പൂർണ്ണയും എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബൈക്കിൽ സഞ്ചരിച്ച യുവാവിനെ ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തി. തിരുവനന്തപുരം ആറ്റിങ്ങലിലാണ് സംഭവം. ആറ്റിങ്ങൽ നൈനാംകുളം സ്വദേശി ദിലീപാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ദില്ലിയിൽ മലയാളി വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ 2 പ്രതികളെയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിട്ടു നൽകണമെന്ന് പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനോട് ആവശ്യപ്പെടും. പ്രായപൂർത്തിയായ പ്രതിയെ ചൊവ്വാഴ്ചയോടുകൂടി ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നും മാറ്റും. അതേസമയം അന്വേഷണത്തിൽ പോലീസ് തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ ദില്ലിയിൽ വൻ പ്രതിഷേധം തുടരുകയാണ്. ദില്ലിയിൽ മലയാളി വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സഹോദരങ്ങളായ പ്രതികൾക്ക് 18 വയസ്സും 16 വയസ്സുമാണ് പ്രായം. പ്രായപൂർത്തിയായ പ്രതിയെ ചൊവ്വാഴ്ചയോടുകൂടി ജുവനൈൽ ഹോമിൽ നിന്നും മാറ്റും. 16 വയസ്സായ 2ാം പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി വിട്ടു നൽകണമെന്ന് പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് അപേക്ഷ നൽകി. 16 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ഹീനമായ കുറ്റകൃത്യം നടത്തിയാൽ മുതിർന്ന കുറ്റവാളിയായി കണക്കാക്കാമെന്ന ബാലനീതി അവകാശ നിയമത്തിന്റെ ഭേദഗതി അനുസരിച്ചാണ് പോലീസ് നീക്കം. അതേസമയം രജത്തിന്റെ കൊലപാതകവും തുടർന്നുണ്ടായ പോലീസ് അനാസ്ഥയിലും പ്രതിഷേധിച്ച് ദില്ലിയിൽ വൻ പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു. രജത്ത് കൊല്ലപ്പെട്ട പാൻ മസാല കടയുടെ സമീപത്തു കൂടിയായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത്. രജത്തിന്റെ കുടുംബാംഗങ്ങളടക്കം ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. ഇത് മലയാളികളുടെ മാത്രം പ്രശ്നമല്ല, ഡൽഹിയിലെ മുഴുവൻ ആൾക്കാരുടെയും പ്രശ്നമാണ്. തെളിവ് ശേഖരണത്തിൽ പോലും പോലീസ് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. മലയാളി സംഘടനകൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി. റംസാൻ തിരക്കിൽ നാടും നഗരവും. അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദിലെ നോമ്പുതുറ അവിസ്മരണീയമായ അനുഭവമാണ് വിശ്വാസികൾക്ക്. 10,000-കണക്കിന് പേർക്കാണ് ഇവിടെ ദിവസവും നോമ്പുതുറ ഒരുക്കുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ലോകത്തെ 150-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലെ നോമ്പുതുറക്കെത്തുന്നത്. വാസ്തുശില്പ വിദ്യ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലെ നോമ്പുതുറയും മറ്റൊരു അത്ഭുതമാണ്. ഇന്ത്യക്കാരനും പാകിസ്ഥാനിയും ബംഗ്ലാദേശിയും ആഫ്രിക്കക്കാരനും വെള്ളക്കാരനും അറബിയും മിസ്ലിമുമെല്ലാം ഒത്തൊരുമിച്ച് നോമ്പ് തുറക്കുന്ന ടെന്റുകൾ സാഹോദര്യത്തിന്റെ പ്രതീകങ്ങൾ കൂടിയാണ്. UAE-യിലെ ഏറ്റവും വലിയ പള്ളിയിലേക്ക് അബുദാബി ആംഡ് ഫോഴ്സ് ഓഫീസേഴ്സ് ക്ലബിൽ നിന്നാണ് നോമ്പ് തുറക്കുള്ള ഭക്ഷണം എത്തിക്കുന്നത്. ബിരിയാണിയും പഴവർഗ്ഗങ്ങളും ജ്യൂസും വെള്ളവുമെല്ലാം അടങ്ങിയ ഭക്ഷണ പാക്കറ്റാണ് നൽകുന്നത്. നോമ്പ് തുറക്കാൻ എത്തുന്നവർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഗ്രാൻഡ് മോസ്കിൽ ഒരുക്കിയിരിക്കുന്നത്. ഗ്രാൻഡ് മോസ്കിന്റെ ചുറ്റിലുമായി ഒരുക്കിയ റമദാൻ ടെന്റുകളിൽ ദിവസവും ശരാശരി 30,000 പേർക്കുള്ള ഭക്ഷണ വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണ് ഗ്രാൻഡ് മോസ്കിലെ നോമ്പുതുറ. 15 മണിക്കൂറോളം നീണ്ട വ്രതത്തിനൊടുവിൽ മനസ്സ് നിറഞ്ഞാണ് ഗ്രാൻഡ് മോസ്കിൽ നിന്ന് ഓരോരുത്തരും മടങ്ങുന്നത്. ജമാലുദ്ദീൻ, ദുബായ്. ഈദുൽ ഫിത്തറിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പെരുന്നാൾ വിപണികളിൽ തിരക്കേറി. ചെറിയ പെരുന്നാൾ കൊഴുപ്പിക്കാൻ വിപണിയിൽ എത്തുന്ന ഉപഭോക്താക്കൾക്കായി ഇത്തവണ നിരവധി ഓഫറുകളാണ് വ്യാപാര സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്.
ശവാൽ മാസപ്പിറവി കണ്ടാൽ 30 ദിവസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി. പിന്നെ ഈദുൽ ഫിത്തറിന്റെ ആഘോഷവും തുടങ്ങും. ചെറിയ പെരുന്നാൾ ഗംഭീരമാക്കാനുള്ള അവസാനവട്ട തിരക്കിലാണ് ഓരോ ഇസ്ലാം മത വിശ്വാസി. പുതിയ വസ്ത്രങ്ങളും അത്തറുമൊക്കെ വാങ്ങിക്കൂട്ടാനായി എത്തുന്നവരുടെ തിക്കും തിരക്കുമാണ് ഓരോ വിപണിയിലും. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വലിയ ഓഫറുകളും സമ്മാനങ്ങളുമൊക്കെ ഓരോ വ്യാപാര സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട്. ചെറിയ ഫാൻസി സ്റ്റോറുകളിലും സ്റ്റേഷനറി കടകളിലും തിരക്ക് കുറവല്ല. പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹുകളിലെത്തുമ്പോഴാണ് വിശ്വാസികൾ എല്ലാവരും പുതിയ വസ്ത്രങ്ങളും അണിഞ്ഞ് അത്തറും പൂശി സുഗന്ധം പരത്തുന്നത്. ഈദുൽ ഫിത്തർ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് തലസ്ഥാനത്തെ ഇമാമുമാരും മഹൽ ഭാരവാഹികളും ഇന്ന് വൈകിട്ട് 6 മണിക്ക് വലിയ ഹാസിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. തിങ്കളാഴ്ച പിറ കണ്ടാൽ ചൊവ്വാഴ്ചയാകും റമദാൻ. ചൊവ്വാഴ്ചയും മാസപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ 6-ാം തീയതിയായിരിക്കും ചെറിയ പെരുന്നാൾ എന്ന് ഹാസിമാരുടെ യോഗം പ്രഖ്യാപിക്കും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പശ്ചിമഘട്ടത്തിൽ നിന്നും അതിവേഗം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ജന്തുജാലങ്ങളുടെ ഫോട്ടോ ഉൾക്കൊള്ളിച്ചുള്ള പ്രദർശനം ശ്രദ്ധേയമായി. കാടിനെയും അവിടുത്തെ ജൈവവൈവിധ്യങ്ങളെയും അടുത്തറിയാൻ പ്രദർശനം മുതൽക്കൂട്ടായി മാറി. തുറച്ചു നോക്കുന്ന ചെവിയൻ രാച്ചുക്കെന്ന അപൂർവ ഇനം വനപക്ഷി. പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന റിപ്ലിമൂങ്ങ. ഭൂമിയിൽ നിന്നും അതിവേഗം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന പെയിന്റഡ് സ്പർഫൗൾ എന്ന പ്രത്യേകതരം കാട്ടുകോഴി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബെഡോഫീസ് ബുഷ് ഫ്രോഗ് എന്ന അപൂർവ ഇനം തവള. പനവരുകു മുതൽ തീക്കാക്ക വരെയുള്ള പശ്ചിമഘട്ടങ്ങളിലെ ജൈവവൈവിധ്യം പറഞ്ഞാൽ തീരില്ല. വനപരിവേഷകരായ ഫോട്ടോഗ്രാഫർമാർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം പകർത്താൻ കഴിയുന്ന ചിത്രങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ ഈ ചിത്രങ്ങൾ പകർത്തിയ 11 സംഘത്തിൽ IAS മുതൽ റിട്ടയർഡ് സർക്കാർ ജീവനക്കാർ വരെ ഉണ്ടെങ്കിലും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഒരേ ഒരാളേ ഉള്ളൂ. കാടിനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ക്യാമറ കയ്യിലെടുത്തതെന്നും ജനങ്ങളിൽ പരിസ്ഥിതി അവബോധം വളർത്തലാണ് ഇത്തരം പ്രദർശനങ്ങളുടെ ലക്ഷ്യമെന്നും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും എൻട്രൻസ് കോച്ചിംഗ് സ്ഥാപന ഉടമയുമായ ഷിനു സുകുമാരൻ പറഞ്ഞു. പശ്ചിമഘട്ടത്തിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുക, പശ്ചിമഘട്ടം ഇല്ലായെങ്കിൽ പശ്ചിമഘട്ടം നമ്മുടെ ജീവിതത്തിന് എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നുകൂടെ ബോധ്യപ്പെടുത്തുക, അവിടെ നമ്മളോടൊപ്പം കോഎക്സിസ്റ്റ് ചെയ്യുന്ന മറ്റ് ജീവജാലങ്ങളുടെ സംരക്ഷണം, അവരെന്തുമാത്രം എൻഡേഞ്ചറാണ്, ഇത്തരം കാര്യങ്ങൾ പൊതുജനത്തിനെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് ഈ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാടിൻ്റെ വന്യത തേടിയുള്ള യാത്രക്കിടയിൽ സഹയാത്രികരായി എത്തി പരസ്പരം പരിചയപ്പെട്ടവരാണിവർ. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ കാടുകയറിയ ഫോട്ടോ കമ്പമാണ് ഈ 11 പേരെയും ഒന്നിപ്പിച്ചത്. കാടിൻ്റെ പൊരുൾ തേടിയുള്ള യാത്രക്കിടയിൽ പലതവണ മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നിട്ടുണ്ടെങ്കിലും യാത്രയും ഫോട്ടോഗ്രാഫിയും സ്നേഹിക്കുന്ന ഇവർ പിന്നോട്ടില്ല. തങ്ങൾ പകർത്തുന്ന ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിയാവും ഏതോ നാട്ടിലിരുന്ന് ഏതൊക്കെയോ പരിസ്ഥിതി സ്നേഹികൾ കാടിനും അവിടുത്തെ ജൈവവൈവിധ്യത്തിനും വേണ്ടി മുറവിളി കൂട്ടുന്നതെന്ന് ഇവർക്ക് നന്നായി അറിയാം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.